മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തിയോഫിൻ 15 ലക്ഷം രൂപ ബാങ്കിൽ നിന്നും കളവ് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാം ദിവസം പിടികൂടുമ്പോൾ അതിൽ 5 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 10 ലക്ഷം രൂപ മാത്രമാണ് പ്രതിയിൽ നിന്നും കണ്ടെത്താനായത്. കണ്ടെത്തിയ പണം മുഴുവൻ ബാങ്കിൽ നിന്നും നഷ്ടപ്പെട്ട സീരിയൽ നമ്പർ ആണ് എന്നുള്ളത് ഇതിനോടകം ഉറപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. കാണാതായിട്ടുള്ള പണം അത് എങ്ങനെ വിനിയോഗിച്ചു എന്നതിലടക്കം പ്രതി നൽകുന്ന മൊഴി എന്താണ്? ഈ പണം, അതായത് ഭാര്യ മടങ്ങി വരുമ്പോഴേക്കും ഈ പണം കണ്ടെത്താൻ വേണ്ടിയാണ് ഇയാൾ പണം മോഷണം നടത്തിയതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ പണം എവിടെയോ ഇയാൾ ചിലവായിട്ടുണ്ട്. ഇയാളുടെ കയ്യിൽ നിന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് വീണ്ടെടുക്കേണ്ടതുണ്ട്. അത് വീണ്ടെടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പോലീസ്. അതിനെക്കുറിച്ച് പോലീസ് പൂർണ്ണമായി വിശദീകരിച്ചിട്ടില്ല. അതുകൂടി നോക്കുന്നുണ്ട്. അതായത് ഈ പണത്തിൻ്റെ റിക്കവറി കൂടി നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പോലീസ്. എന്തായാലും ഇയാൾ ഏത് രീതിയിൽ പണം ചെലവഴിച്ചു എന്നത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇയാളെ സംബന്ധിച്ച് ഇയാൾക്കുണ്ടായിരുന്ന ഒരു പ്രതിസന്ധി, ഇയാൾ 1/2 കോടിയോളം രൂപ തനിക്ക് കടമുണ്ട് എന്ന് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പോലീസിനോട് പറഞ്ഞത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കടം വീട്ടുന്നതിന് വേണ്ടി, അതായത് പ്രധാനമായും ഭാര്യ തിരിച്ചെത്തുമ്പോൾ അയച്ചു തന്ന പണം എവിടെ എന്ന് ചോദിക്കും. അതിന് മറുപടി പറയണം. അതിനുവേണ്ടി ഇയാൾ വരുത്തിവെച്ച ധൂർത്ത് മൂലം ഉണ്ടാക്കി വെച്ച നഷ്ടങ്ങൾ, ആ പണം തിരിച്ചു പിടിക്കാൻ, അല്ലെങ്കിൽ അതിനൊരു മാർഗമായി ഇയാൾ കണ്ട എളുപ്പവഴിയാണിത്. വളരെ ആസൂത്രിതമായി ഒരു മോഷണം നടത്തുന്നു. ഒരു പക്ഷേ ഈ മോഷണം അന്യസംസ്ഥാനക്കാരനാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു. തെളിവ് കണ്ടെത്താവുന്ന രീതിയിലൊന്നും അവശേഷിപ്പിച്ചിട്ടില്ല. വളരെ ബുദ്ധിപൂർവ്വം കറങ്ങി നടന്നു. പിന്നെ നാട്ടിൽ ഇയാളെ കാണാതായാൽ മാത്രമാണല്ലോ പോലീസ് അന്വേഷിക്കുക. അങ്ങനെ ഒരു ബുദ്ധി കൂടി ഇയാൾ കാണിച്ചു. നാട്ടുകാർക്ക് മുമ്പിൽ ഇയാൾ അവിടെ സാധാരണ പോലെ തന്നെ ജീവിക്കുകയും ചെയ്തു. അങ്ങനെ പോലീസ് മോഷ്ടാവ് പുറത്തേക്ക് പോയിട്ടുണ്ടാകാം. കാരണം ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കണമെങ്കിൽ അതിനുള്ളൊരു സമയം കഴിഞ്ഞിട്ടുണ്ട്. ആ 24 മണിക്കൂർ കഴിഞ്ഞ ശേഷവും, അതായത് മോഷണം നടന്ന ദിവസത്തെ രാത്രിയാണ് എപ്പോഴും നിർണായകം. ആ രാത്രി മുഴുവൻ പോലീസ് തേടിയിട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. സാധാരണഗതിയിൽ CCTV ക്യാമറകൾ നാടെങ്ങും ഉള്ളതുകൊണ്ട് തന്നെ വളരെ വേഗം പിടിക്കേണ്ടതായിരുന്നു. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു വാഹനത്തിൽ പോയതുകൊണ്ട് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഇങ്ങനൊരു വാഹനം കണ്ടെത്തുകയും ചെയ്തില്ല. അതോടൊപ്പം തന്നെ വാഹനം മറ്റെവിടെയെങ്കിലും ദൂരേക്ക് പോയതായത് തൃശ്ശൂർ ഭാഗത്തേക്ക് ഇത്തരത്തിലൊരു വാഹനം പോയതായി യാതൊരു ട്രേസും പോലീസിന് ലഭിച്ചില്ല. അവിടെയുള്ള നിരീക്ഷണ ക്യാമറകളെല്ലാം പരിശോധിച്ചു. സംശയം ഉയർന്നെങ്കിൽ കൂടി തൃശ്ശൂർ ഭാഗത്തേക്കുള്ള നിരീക്ഷണ ക്യാമറകളെല്ലാം പരിശോധിച്ചതിൽ ആ നിശ്ചിത സമയം കഴിഞ്ഞ് അവിടേക്ക് ഇത്തരത്തിലൊരു വാഹനം പോയതായി കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ പോലീസിൻ്റെ ബലമായ സംശയത്തിൽ ആ നിശ്ചിത ഏരിയയ്ക്കുള്ളിൽ, ഒരു പർട്ടിക്കുലർ ഏരിയയ്ക്കുള്ളിൽ ഈ പ്രതിയുണ്ട്. അവിടെ ദേശീയപാതയുടെ ഇടതുവശത്തോ, അതായത് കിഴക്കുവശത്തോ പടിഞ്ഞാറ് വശത്തോ ആയി എവിടേക്കോ ഇയാൾ തിരിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് അധികം ദൂരെ അല്ലാതെ പ്രതി എവിടെയോ ഉണ്ടെന്ന കാര്യം പോലീസിന് വ്യക്തമായി. അങ്ങനെയാണ് നാട്ടിൽ തന്നെയുള്ള ആൾ തന്നെ ആകാം, ചാലക്കുടിയിലുള്ള ഒരാൾ തന്നെ ആകാം, ഒരു പ്രാദേശികമായി താമസിക്കുന്ന ഒരാൾ തന്നെ ആകാമെന്ന നിഗമനത്തിലേക്ക് പോലീസ് നേരത്തെ എത്തുകയും ചെയ്തിരുന്നു. ആ രീതിയിലും പോലീസിൻ്റെ അന്വേഷണം തുടർന്നിരുന്നു. പിന്നീടാണ് ഈ വാഹനത്തെക്കുറിച്ച് വിവരമൊന്നും ലഭിക്കാതായതോടെ ഇന്നലെ പോലീസ് ഉറപ്പിച്ചു ഇത് നാട്ടുകാരനായ ഒരാൾ തന്നെയാണെന്നാണ്. അതിനിടെ ശാസ്ത്രീയമായി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു മൊബൈൽ നമ്പറുകൾ കേന്ദ്രീകരിച്ച് മൊബൈൽ ടവറുകളുടെ അടിസ്ഥാനത്തിൽ നിശ്ചിത പോലീസ് പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറുകൾ ഇന്നലെ അതുപോലെ തന്നെ ഈ നമ്പർ ഒരു ടവർ മാറി വേറൊരു ടവറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടി പരിഗണിച്ചുകൊണ്ട് പോലീസ് നടത്തിയ നിരീക്ഷണം അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇത്തരത്തിലൊരു വാഹനത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു. നാട്ടുകാരോട് അന്വേഷിച്ചപ്പോൾ സമാന രീതിയിലുള്ളൊരു വാഹനം ഈ റിജോ ആൻ്റണി ഉപയോഗിക്കുന്നുണ്ട് എന്ന വിവരം ലഭിച്ചു. അങ്ങനെ അവിടെയും പോലീസ് നിരീക്ഷണ വലയത്തിലാക്കിയിരുന്നു. ഇയാളുടെ വീടും ഇയാളുടെ നീക്കങ്ങളെല്ലാം പോലീസിൻ്റെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു. അതിനിടയിലാണ് മറ്റ് കാര്യങ്ങളില്ല, പോലീസിന് ലഭിച്ച തെളിവുകളുടെയും മറ്റ് ശാസ്ത്രീയ പഠനങ്ങളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ ഇയാളിലേക്ക് തന്നെ എത്താവുന്ന നിലയിലേക്ക് എത്തി. അങ്ങനെ പോലീസ് ഇയാളെ എത്തി ചോദ്യം ചെയ്യുമ്പോൾ പ്രതി കുറ്റം സമ്മതിച്ചു. പോലീസ് തന്നിലേക്ക് എത്തി എന്ന് വ്യക്തമായതോടുകൂടി പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ വളരെ വേഗം തന്നെ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ വൈകുന്നേരത്തോടുകൂടി പ്രതിയെ വീട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലാക്കി ചോദ്യം ചെയ്ത് കൃത്യമായ വിവരങ്ങൾ തേടി പ്രതി കുറ്റം സമ്മതിക്കുകയും പിന്നീട് ചാലക്കുടി DYSP ഓഫീസിലേക്ക് പ്രതിയെ കൊണ്ടുവരികയും ചെയ്തു. നിലവിൽ ഇപ്പോൾ ചാലക്കുടി DYSP ഓഫീസിൽ പ്രതിയുണ്ട്.